പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ക്യാൻഡി നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ തണുപ്പ് സമയത്ത് ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതേലെ ഒരു ക്യാൻഡി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ത്രോട്ട് പെയിൻ ഒക്കെ ഒരു പരിധി വരെ മാറി കിട്ടുന്നതിന് സഹായിക്കും. ഒരു തവണ നമ്മളൊന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഏറെ ദിവസം നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ക്യാൻഡി പ്രിപ്പറേഷനാണ്. ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ത്രോട്ടിനൊക്കെ വളരെയധികം ആശ്വാസം ലഭിക്കുകയും ചെയ്യും. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ ക്യാൻഡിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ജിഞ്ചറാണ്. നല്ല വിളഞ്ഞിട്ടുള്ള ഇഞ്ചി തന്നെ എടുക്കണം. നമുക്കൊരു അരക്കപ്പ് അളവിൽ ആവശ്യമുണ്ട്. ഗ്രാം അളവിൽ പറയുകയാണെങ്കിൽ ഒരു 100 ഗ്രാമോളം ഇഞ്ചി നമുക്ക് വേണം. ഇഞ്ചിയുടെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ജലദോഷം, കഫക്കെട്ട് ഇവയൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചി നീരൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ നമ്മൾ ഈ ഒരു ക്യാൻഡി കഴിക്കുകയാണെങ്കിലും വളരെയധികം നല്ലത് തന്നെയാണ്. ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ നുറുക്കുകളായിട്ടൊന്ന് നുറുക്കിയിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതുകൊണ്ടൊന്ന് നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് അളവിലാണ് ഇഞ്ചി അരിഞ്ഞതെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനങ്കൽക്കണ്ടമാണ്. അങ്ങാടിക്കടയിലൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പനങ്കൽക്കണ്ടം. നമ്മൾ ഇവിടെ ശർക്കരയോ അതുപോലെ തന്നെ പഞ്ചസാരയോ അല്ല ചേർത്ത് കൊടുക്കുന്നത്. ഈ ക്യാൻഡി തയ്യാറാക്കാനായിട്ട് പനങ്കൽക്കണ്ടം വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നതും. ധാരാളം അയൺ കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് പനങ്കൽക്കണ്ടത്തിൽ. അതുപോലെ തന്നെ കഫക്കെട്ട് മാറുന്നതിന് വളരെയധികം പങ്കുവഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പനങ്കൽക്കണ്ടം. നുറുക്കി വെച്ചിരുന്ന ഇഞ്ചിയെല്ലാം മിക്സഡ് ജാറിലോട്ടിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കല്. നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം. ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ജിഞ്ചർ അരച്ചെടുക്കേണ്ടതുണ്ട്. ഞാൻ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ക്യാൻഡി തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പ് ആദ്യം സെറ്റ് ചെയ്യാനുള്ള ട്രേയും കൂടെ നമ്മൾ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒരു ട്രേ ആണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ലേശം ഗീയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ബട്ടർ പേപ്പറിലോട്ട്. ഇത് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. ക്യാൻഡി തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പനങ്കൽക്കണ്ടം ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതിലോട്ടൊരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ഉരുക്കി അരിച്ചിട്ടാണ് നമ്മൾ ക്യാൻഡി തയ്യാറാക്കി എടുക്കാനായിട്ട് തുടങ്ങുന്നത്. കാരണം ഇതിനകത്ത് എന്തെങ്കിലും കല്ലോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ ക്യാൻഡി തയ്യാറാക്കി എടുക്കാൻ തുടങ്ങാൻ. 100 ഗ്രാമോളം ഇഞ്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ഇരട്ടിയായിട്ടുള്ള പനങ്കൽക്കണ്ടവുമാണ് എടുത്തേക്കുന്നത്. 200 ഗ്രാം അളവിൽ പനങ്കൽക്കണ്ടവുമാണ് ഈ പാനിലോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് ഉരുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പാനിയൊന്നും ആകേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ട് ഒന്ന് തന്നെയാണ് ഈ പനങ്കൽക്കണ്ടം. ദഹന പ്രക്രിയയ്ക്ക് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ കഫക്കെട്ടിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ കൽക്കണ്ടം. നിരവധി ആയുർവേദ മെഡിസിനിൽ ഈ പനങ്കൽക്കണ്ടം ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികളുടെ കുറുക്കിലാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് കഫക്കെട്ട് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പനങ്കൽക്കണ്ടം ഇട്ട വെള്ളമൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അത്ര ഹെൽത്തി ആയിട്ടുള്ള ഈ പനങ്കൽക്കണ്ടം കൊണ്ട് നമ്മൾ ഇതുപോലെ ക്യാൻഡി തയ്യാറാക്കിയാൽ വളരെ ഹെൽത്തി തന്നെയാണ്. അങ്ങാടി കടയെന്നോ അല്ലെങ്കിൽ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന അതുപോലെയുള്ള കടകളിൽ നിന്ന് വേണം ഈ പനങ്കൽക്കണ്ടം വാങ്ങിക്കാനായിട്ട്. അല്ലാത്തതിലൊക്കെ മായം ചേർന്നിട്ടുണ്ടാകും. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വാങ്ങിക്കാനും. കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞു വരികയും ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിയനിലിട്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇവയെല്ലാം ഒരുപോലെ തന്നെ ഉരുകി വരും. ഇപ്പോൾ എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. പാനിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയിൽ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിരുന്നു. ആദ്യം നമുക്ക് അതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. ഇഞ്ചി എടുക്കുമ്പോൾ എപ്പോഴും നാടൻ ഇഞ്ചി തന്നെ എടുക്കണം. മറ്റേ ഇഞ്ചിക്ക് കുറേ വെള്ളം അംശം കൂടുതൽ മാത്രമേ ഉള്ളൂ. വലിയ ഗുണമൊന്നും കാണത്തില്ല. അപ്പം നാടൻ ഇഞ്ചി ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഫംഗലുകളെ പ്രതിരോധിച്ച് നിർത്താനും വളരെയധികം പങ്കുവഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ജിഞ്ചർ. ഇഞ്ചിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചെറുതായിട്ട് ഡ്രൈ ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചതുണ്ടല്ലോ അതിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. എപ്പോഴും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത മഞ്ഞൾപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനൊക്കെ ഗുണം കിട്ടുകയുള്ളൂ. നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടി ആണെങ്കിലാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ട് അങ്ങനെയുള്ള പൊടി മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇഞ്ചിയിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിലുള്ള ആ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പനങ്കൽക്കണ്ടമുണ്ടല്ലോ ആ ഒരു കൂട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ആ ജിഞ്ചറിൻ്റെ മിക്സുമായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കണം.
ഇനി കൈവിടാതെ തന്നെ ഇളക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഒന്ന് തിക്കായിട്ട് വരണം. ആ ഒരു പരുവത്തിൽ നമ്മൾ കുറുക്കിയെടുക്കേണ്ടതുണ്ട്. ഇഞ്ചി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ദഹന പ്രക്രിയ നല്ല സ്മൂത്തായിട്ട് നടക്കും. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനും കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഒക്കെ ഇഞ്ചിയുടെ പങ്കെന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ കഴിക്കാനായിട്ട് സാധിക്കും. വളരെ ഹെൽത്തിയായ രീതിയിലാണല്ലോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. വേറെ പ്രിസർവേറ്റീവ്സോ മായങ്ങളോ ഒന്നും നമ്മളിവിടെ ചേർക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാവുന്നത് തന്നെയാണ്. മൂക്കടപ്പും തൊണ്ടവേദനയൊക്കെ തുടക്കത്തിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് റിലീഫ് കിട്ടും. തൊണ്ടയടപ്പൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് എളുപ്പമാണ്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് അധികം ബുദ്ധിമുട്ടുമില്ല. വെളിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഏറെ ദിവസം ഇരിക്കും. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇളക്കി നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ ലേശം വെള്ളം മാത്രമല്ലേ പനങ്കൽക്കണ്ടത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് വറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അധികം സമയം എടുക്കില്ല. നമ്മൾ ഏറെ വെള്ളം വെച്ച് കൊടുത്താൽ നമുക്ക് കുറേ അധികം സമയം എടുക്കേണ്ടി വരും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഹെൽത്തി ക്യാൻഡി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ. പാനിയിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവം ഉണ്ടല്ലോ, പാനിയിൽ നിന്ന് തെന്നി മാറാനായിട്ട് തുടങ്ങുന്ന ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഓഫ് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല മുറുക്കം കിട്ടണം. അങ്ങനെ മാത്രമേ ഇത് നല്ല രീതിയിൽ ഉറച്ച് കിട്ടുകയുള്ളൂ. ഇനി നമ്മളിത് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ട്രേയിലോട്ടാണ് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റുന്നത്. ഇനിയും ക്യാൻഡിയുടെ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ചെയ്യണം. ഞാനിവിടെ സ്പൂണ് കൊണ്ട് ഇതുപോലെ ബട്ടർ പേപ്പറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ ക്യാൻഡി തയ്യാറാക്കി എടുക്കത്തക്ക രീതിയിൽ ചെറിയ രീതിയിലാണ് സ്പൂണ് കൊണ്ട് ഇങ്ങനെ കോരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ സ്പൂണ് കൊണ്ട് നമ്മൾ പരത്തിയെടുത്താലും ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് ബോൾ രൂപത്തിലോ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലോട്ടോ, ഒത്തിരി അങ്ങ് ചൂടാറുന്നതിന് മുമ്പ് ഒരു ചെറിയ ചൂടിൽ നമുക്ക് ആ ഒരു രീതിയിൽ ആക്കിയെടുക്കാവുന്നതാണ്. തയ്യാറാക്കിയെടുത്ത ആ മിക്സ് എല്ലാം ബട്ടർ പേപ്പറിൻ്റെ മുകളിലോട്ട് ഈ ഒരു രീതിയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചെറിയ രീതിയിലൊന്ന് ചൂടാറിയ ശേഷം ഇത് ബോൾസ് രൂപത്തിലോ അല്ലെങ്കിൽ ചെറിയ കോയിൻ്റെ വലുപ്പത്തിലോ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ പരത്തിയെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചതോ, കുറച്ച് പഞ്ചസാര മതി, ഒത്തിരിയൊന്നും ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചത് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും നമുക്ക്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. പെട്ടെന്ന് അതിൻ്റെ ചൂടാറിയിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടത്തില്ല, കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ച് നേരം നമ്മളിതൊന്ന് ഡ്രൈ ആകാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ചെറിയ രീതിയിലൊന്ന് ചൂടാറിയപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ പരത്തിയായിട്ടുള്ള ഷേപ്പ് നമ്മളൊന്ന് മാറ്റി ചെറിയ രീതിയിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ വെച്ചപ്പോഴാണ് ഈ ഒരു രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടിയത്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ വെച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ. തൊണ്ടവേദനയൊക്കെ ഉള്ളപ്പോൾ ഇതേലെ ഒരു പീസ് എടുത്ത് ചെറുതായിട്ടൊന്ന് അലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ത്രോട്ടിന് നല്ല റിലീഫ് കിട്ടും. ഈ തണുപ്പ് സമയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും തൊണ്ടവേദനയും അതുപോലെ തന്നെ മൂക്കടപ്പും ഒക്കെ ഉണ്ടാകുമല്ലോ. നിങ്ങളിങ്ങനെയൊന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കിക്കേ. വളരെ ഹെൽത്തി ആയതുകൊണ്ട് യാതൊരു വിധമായ സൈഡ് എഫക്റ്റും നമുക്കുണ്ടാകുകയില്ല. ഇവിടെ നമ്മൾ ജിഞ്ചറും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ പനങ്കൽക്കണ്ടവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ തൊണ്ടയിലുള്ള കഫക്കെട്ടിനെയൊക്കെ ഇളക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ക്യാൻഡി. ഒരു തവണ നമ്മൾ മെനക്കെടുകയാണെങ്കിൽ ഏറെ ദിവസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു ചില്ലുകുപ്പിയിലാക്കി നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് കൊണ്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഏറെ നാൾ നമുക്ക് പുറത്ത് തന്നെ ഇത് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയും തൊണ്ടവേദനയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ക്യാൻഡി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിനൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ലേ. അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.